ഇതെൻ്റെ വിങ്കാ റോസാണേ. എത്ര ഭംഗിയുള്ള കളറാണെന്നറിയാമോ? ഇതിൻ്റെ ആ ഒരു ഭംഗിയാണെങ്കിൽ ഒരു പീച്ച് കളറാണ്. ഇതിൻ്റെ നടുക്കാണെങ്കിൽ നല്ല ഡാർക്ക് ചുമന്ന കളറുമാണ് കേട്ടോ. അതും പോരാഞ്ഞിട്ട് ഇത് ഹാങ്ങിങ് വെറൈറ്റി ആയതുകൊണ്ട് ഇതിങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. എന്ത് രസമാണെന്നറിയോ? കൊലയായിട്ടാണ് ഓരോന്നിലും ഇങ്ങനെ പൂക്കൾ പിടിച്ച് കിടക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കുഴപ്പമെന്നറിയോ? അതിൻ്റെ ഇലകളിങ്ങനെ മഞ്ഞളിച്ച് പോവും. വെള്ളം കുറച്ച് കൂടിയാൽ ആകെ കുഴപ്പമാവും കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ 1-2 കട്ടിങ്സ് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുമുണ്ട്. അതിൽ നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല, എല്ലാവരും DAP ഒക്കെ ഇടുന്നുണ്ട്. ഇതിനിപ്പോൾ തൽക്കാലം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും എന്തുമാത്രം പൂക്കളാണെന്നറിയോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ അതിന് നടുക്കത്തെ ആ റെഡ് കളറ് നല്ല ഭംഗിയില്ലേ? എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയേ. കണ്ടോ? അടുത്തത് ദേ ബാക്കിലും അതിൻ്റെ എല്ലാ തണ്ടുകളിലുമാണ് ഇങ്ങനെ പൂക്കൾ പിടിച്ച് നിൽക്കുന്നത്. ഇത് വേറൊരു ഇതാണ് കേട്ടോ, കട്ടിങ് വെച്ച് അതിൽ തന്നെ വേറൊന്നാണ് പിടിപ്പിച്ചെടുത്താണ്. അതിലും ഇപ്പോൾ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്, നിറച്ചും പൂക്കളായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ആഗ്രഹമില്ലേ നമ്മുടെ സിറ്റ് ഔട്ടിലോ വീടിൻ്റെ ഫ്രണ്ടിലോ ഒക്കെ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ നാന്ന് കിടക്കുന്നത്, നിറച്ച് പൂത്ത് കിടക്കുകയും അങ്ങനെ ഇങ്ങനെയുള്ള ഹാങ്ങിങ് വിങ്കാസ് 2-3 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ ഒരു വെറൈറ്റീസാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ പൂ ഇപ്പം നിൽക്കുന്നത്. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്, ഒരു പീച്ച് കളറും അതിനകത്ത് നല്ല റെഡ് കളറും. പക്ഷേ ഇതിൽ അത്രയ്ക്ക് ആ പീച്ച് കളർ എടുത്ത് കാണിക്കുന്നില്ല. എന്നാലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ തന്നെയാണ് കേട്ടോ. അത് നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടല്ലേ? കണ്ടോ? പൂക്കളുണ്ട്, ഇതിലും ഉണ്ട് നിറച്ച്. താഴെ നിൽക്കുന്നതിലും നിറച്ച് പൂക്കളാണ്. എന്ത് രസമായിട്ട് നിൽക്കുന്നുണ്ടോ? പക്ഷേ ഇതിൽ ഓവറായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചാൽ ഇത് ചീഞ്ഞു പോകും കേട്ടോ. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. രാവിലെ ഇച്ചിരി, വൈകിട്ട് ഒരു അല്പം മാത്രം.